ഹലോ ഗൈസ്, അപ്പോഴത്തേ നമ്മൾ കുറച്ച് ഗപ്പീനെ മേടിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയി. അങ്ങനെ ഒരു നഴ്സറി കയറിയപ്പോൾ നമ്മൾ കുറച്ച് 10 മണിപ്പൂവ് അതുപോലെ ചൈന ഡോൾ പ്ലാന്റ് ഒക്കെ മേടിച്ചു. അപ്പോൾ 10 മണിപ്പൂവ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെഡ് അങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചട്ടിക്കകത്ത്. അപ്പുറത്ത് ഈ അടുത്ത് നമ്മുടെ ഗപ്പീനെ ഇടാൻ വേണ്ടിയിട്ട് അക്വേറിയം ശരിയാക്കിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടാനുള്ള കല്ലുകൾ അവൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെയാണ് അക്വേറിയത്തിൻ്റെ പണി ഏൽപ്പിച്ചേക്കണം. അപ്പോൾ അതങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ 10 മണിപ്പൂവ് അല്ലെങ്കിൽ 10 മണിച്ചെടി നടാനുള്ള ചട്ടി റെഡിയാക്കിയാണ്. അപ്പോൾ അതേമാതിരി നമ്മുടെ 10 മണിപ്പൂവ് ഇരിക്കുന്നത് കണ്ടോ. അങ്ങനെ ചട്ടി റെഡിയാക്കി ചട്ടിക്കകത്ത് നമ്മുടെ വളമുള്ള മണ്ണലും അതുപോലെ നമ്മുടെ നാടൻ മണലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നിർത്തിയൊക്കെയാണ്. ഇനി 10 മണിപ്പൂവ് അല്ലെങ്കിൽ 10 മണി ചെടി അങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് നട്ട് കഴിയാറായപ്പോഴേക്കും ഈടുത്തതേ നമ്മുടെ കല്ല് കഴുകി വെച്ചു. അവളിങ്ങനെ കല്ല് കഴുകി റെഡിയാക്കി നമ്മുടെ അക്വേറിയം, ചെറിയ അക്വേറിയം പോട്ട് അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചൈന ഡോൾ പ്ലാന്റ്. അതൊരു വശത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഇതേ 10 മണി പ്ലാന്റ് അങ്ങനെ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നമുക്ക് ചായ വന്നു. അപ്പോൾ പഴംപൊരിയും ചായയും ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴംപൊരിയും ചായയും കഴിച്ചതിന് ശേഷം ദേ നമ്മുടെ താമരപ്പൂവിൻ്റെ വിത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3 വിത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കണം. 30 രൂപയാണ് ആ ഒരു കിറ്റിന്. അപ്പോൾ അത് നമുക്ക് വേറെ പ്ലാന്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ദേ ഞങ്ങളുടെ അക്വേറിയം ഈ എടുത്ത് റെഡിയാക്കിയാണ്. അവൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കഴുകിയ കല്ലുകളൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ദേ വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയർ ഗപ്പിയാ, ഡബിൾ ഇയർ ഗപ്പിയാ, അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ഗപ്പിയാണ്. അപ്പോൾ ഒരു ജോഡിക്ക് 50 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അതേ നമ്മുടെ ഗപ്പീനെ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഗപ്പി ഒന്ന് പ്രസവിക്കാറായ ഗപ്പി 2 ഉണ്ട്. അതുപോലെ ഈ ഗപ്പികളിൽ അല്ലെങ്കിൽ ഫിഷുകളിൽ പെണ്ണാണ് അത്രേ സുന്ദരൻ, സ്ത്രീകൾ സുന്ദരിയല്ല അത്രേ. അപ്പോൾ അത് പ്രസവിക്കാറായിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വേറൊരു അക്വേറിയമാണ്. ആ അക്വേറിയത്തിൻ്റെ അകത്ത് ഒരു എക്കോ സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കാണ്. സകലമാന പായലുകളും അതുപോലെ നെല്ലുൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു 3 ജോഡി ഗപ്പികൾ, അപ്പോൾ 6 ഗപ്പികൾ അതിൻ്റെ അകത്ത് വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ചൈന ഡോൾ പ്ലാന്റും കൂടി ഒന്ന് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ചട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്കകത്ത് ഞാൻ നമ്മുടെ നാടൻ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ മനുവറുള്ള മേടിച്ച മണലും കൂടി മിക്സ് ചെയ്തിട്ട് അത് ക്ലിയറാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മുടെ ഡോൾ പ്ലാന്റിൻ്റെ ആ കവർ ഊരിയിട്ട് അതും സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ചും കൂടി മണലിട്ട് അതിനെ പൊക്കി ക്ലിയറാക്കി. ഇനിയിപ്പോൾ അത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്റ്റെയർകേഴ്സിൻ്റെ കോർണറിൽ വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതേ മണലൊക്കെ ഇട്ട് സാധനം സെറ്റാക്കി പിന്നെ കുറച്ച് വെള്ളം തളിച്ചു. അപ്പോൾ ഇതിനൊന്നും അധികം വെള്ളം വേണ്ട. ആ ചെടി വാടുമ്പോൾ, ആ ഇലകൾ വാടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ് നമ്മുടെ നഴ്സറിയിലെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് സാധനം സെറ്റാക്കി ഇതേ നമ്മുടെ വൈറ്റ് പോട്ടിൽ വെച്ചു. വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ക്ലിയറായി. അത് നമ്മുടെ സ്റ്റെയർകേഴ്സിനെ അവിടെ കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം ഫിനിഷായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.